ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. രാഷ്ട്രപതി ശബരിമലയിലേക്ക് ഈ മാസം 22-ന് ദർശനം നടത്തും. രാഷ്ട്രപതി ദ്രൌപതി മുർമു ഈ മാസം 22-ന് ശബരിമലയിൽ ദർശനം നടത്തും. ഈ മാസം 24 വരെ രാഷ്ട്രപതി കേരളത്തിൽ തുടരും. സർക്കാരിനെ ഔദ്യോഗികമായി രാഷ്ട്രപതി ഭവൻ ഇക്കാര്യം അറിയിച്ചു. ഒക്ടോബർ 17-നാണ് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്നത്. കുറച്ചു മണിക്കൂറുകൾ സന്നിധാനത്ത് തുടരുന്നതിന് ശേഷമായിരിക്കും രാഷ്ട്രപതി മടങ്ങുക. സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ വിലയിരുത്തലുകളിലേക്കുമുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ ദേവസ്വം മന്ത്രി VN വാസവൻ രാഷ്ട്രപതി ശബരിമലയിൽ ദർശനം നടത്തുവാൻ എത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരുന്നില്ല. മെയ് 19-ന് ദ്രൌപതി മുർമു ശബരിമല സന്ദർശിക്കും എന്നായിരുന്നു വിവരം. എന്നാൽ അവസാന നിമിഷം യാത്ര റദ്ദാക്കുകയായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്നായിരുന്നു അന്നത്തെ സന്ദർശനം റദ്ദാക്കിയിരുന്നത്. സൂപ്രണ്ട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, എല്ലാം കള്ളമാണ്. ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ, അതുകൊണ്ടല്ലേ കൈമുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരിയുടെ അമ്മ പറയുന്നു. 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രി അധികൃതരുടെ വാദങ്ങൾ പൂർണ്ണമായി തള്ളി കുട്ടിയുടെ അമ്മ. നീരോ വേദനയോ വന്നാൽ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരണമെന്ന് ആശുപത്രിയിൽ നിന്നും പറഞ്ഞുവിട്ടിരുന്നു എന്ന സൂപ്രണ്ടിന്റെ വാദം കള്ളമാണെന്ന് കുട്ടിയുടെ അമ്മ പ്രസീത മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു മരുന്ന് നൽകിയിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് വരാൻ മാത്രമാണ് ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചത്. കുട്ടിയുടെ കൈ കാര്യമായി പരിശോധിക്കുക പോലും ചെയ്യാതെയാണ് അവരത് പറഞ്ഞതെന്നും കുട്ടിയുടെ അമ്മ ആരോപിച്ചു. സൂപ്രണ്ട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, എല്ലാം കള്ളമാണ്. ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ, ആരും ഞങ്ങൾക്കായി പറയാനില്ലല്ലോ, അതുകൊണ്ടാകും ഇങ്ങനെ കള്ളം വിളിച്ചു പറയുന്നത്. പക്ഷേ ഞങ്ങൾ കണ്ണുകൊണ്ട് നേരിൽ കണ്ട കാര്യങ്ങളിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. നീതിക്കായി ഏതറ്റം വരെയും പോകും. ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം വന്ന ശേഷം ഏറെ വൈകാരികമായി പ്രസീത മാധ്യമങ്ങളോട് പറഞ്ഞു. നീരോ നിറവ്യത്യാസമോ പരിശോധിക്കുവാൻ പോലും കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല. കൈ മുഴുവൻ പ്ലാസ്റ്ററായിരുന്നു. നീര് കണ്ടയുടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ കാണിച്ചു. ആ സമയത്ത് പോലും ആശുപത്രി അധികൃതർ കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് തങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. 30-ാം തീയതി കുട്ടിയുടെ കൈക്ക് നിറവ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തങ്ങൾ ആശുപത്രിയിലെത്തിയിരുന്നുവെന്നും പ്രസീത പറഞ്ഞു. അപൂർവമായ കോംപ്ലിക്കേഷനാണ് കുട്ടിക്കുണ്ടായിരിക്കുന്നത് എന്നായിരുന്നു ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. നീര് പ്ലാസ്റ്റർ കാരണമല്ല, കുട്ടിക്ക് പൂർണ്ണമായും പ്ലാസ്റ്റർ ഇട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്ററിന്റെ പ്രശ്നം അല്ല ഉണ്ടായത്. നിലത്ത് വീണ് ഉറഞ്ഞുണ്ടായ മുറിവായിരുന്നു. അതിന് കെയർ കൊടുത്തിട്ടുണ്ട്. കുട്ടിക്ക് വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടതെല്ലാം പ്രോട്ടോകോൾ പ്രകാരം ചെയ്തിട്ടുണ്ടെന്നും സൂപ്രണ്ട് പറഞ്ഞിരുന്നു. 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയതിൽ ആശുപത്രിക്കോ ഡോക്ടർമാർക്കോ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. സെപ്റ്റംബർ 24-ന് കൈക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ എക്സ്റേ പരിശോധിച്ച് ചികിത്സ നൽകി. പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം കൈയിൽ രക്തയോട്ടമുണ്ടെന്ന് ഉറപ്പുവരുത്തി. വേദനയുണ്ടെങ്കിൽ ഉടൻ ആശുപത്രിയെ സമീപിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശം നൽകിയതുമായാണ് ഓർത്തോ ഡോക്ടർമാരായ ഡോക്ടർ സിജു KM, ഡോക്ടർ ജൌഹർ KT എന്നിവർ DMOക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഉത്സവ സീസണിലെ വിമാന ടിക്കറ്റ് നിരക്ക് വർധന ഇടപെടലുമായി DGCA. വിമാന കമ്പനികൾക്ക് സുപ്രധാന നിർദ്ദേശവുമായി DGCA. ഉത്സവ സീസണുകളിലെ നിരക്ക് വർധനവ് നിയന്ത്രിക്കുവാൻ കൂടുതൽ സർവീസുകൾ വിന്യസിക്കുവാൻ നിർദ്ദേശം. DGCA നിർദ്ദേശത്തെ തുടർന്ന് എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് വിമാന കമ്പനികൾ കൂടുതൽ സർവീസുകൾ വിന്യസിക്കും. ഇൻഡിഗോ 42 റൂട്ടുകളിൽ 730 വിമാനങ്ങളും, എയർ ഇന്ത്യ 20 റൂട്ടുകളിൽ 486 വിമാനങ്ങളും, സ്പൈസ് ജെറ്റ് 38 റൂട്ടുകളിൽ 546 വിമാനങ്ങളും പുതിയതായി വിന്യസിക്കും. സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച നിരക്ക് വർധനവ് ഒഴിവാക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. ദീപാവലി സീസണിന് മുന്നോടിയായുള്ള ടിക്കറ്റ് നിരക്കിലെ കുത്തനെയുള്ള വർധനവ് തടയുവാനാണ് DGCA ഇടപെടലുണ്ടായിരിക്കുന്നത്. ഉത്സവ സീസണിൽ യാത്രക്കാർക്ക് ഉയർന്ന ടിക്കറ്റ് നിരക്കിന്റെ ഭാരം ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കുവാൻ വിമാന കമ്പനികളുമായി ചർച്ച നടത്തിയെന്നും ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ DGCA അറിയിച്ചു. പ്രധാന റൂട്ടുകളിലെ വിമാനയാത്രാ നിരക്കുകളുടെ ട്രെൻഡുകൾ അവലോകനം ചെയ്ത ശേഷമാണ് ഈ നടപടിയെന്നും റെഗുലേറ്റർ കൂട്ടിച്ചേർത്തു. ചുമ, കഫ് സിറപ്പ് മരണം. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത യൂണിറ്റുകളുടെ ലൈസൻസ് റദ്ദാക്കും. കടുത്ത നടപടിയുമായി ആരോഗ്യ മന്ത്രാലയം. ചുമ മരുന്ന് കഴിച്ച കുട്ടികൾ മരിച്ചതിൽ അടിയന്തര യോഗം ചേർന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത യൂണിറ്റുകളുടെ ലൈസൻസുകൾ റദ്ദാക്കിയേക്കും. ചുമയ്ക്കുള്ള കോൾഡ്രിഫ് കഫ് സിറപ്പ് കഴിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലും 14 കുട്ടികൾ മരിച്ച പശ്ചാത്തലത്തിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അടിയന്തര യോഗം വിളിച്ചത്.
കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സെക്രട്ടറിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കഫ് സിറപ്പുകളുടെ യുക്തിപൂർവമായ ഉപയോഗം ഉറപ്പാക്കുവാനും നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കുവാനും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത യൂണിറ്റുകളുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കം കടുത്ത നടപടികളുണ്ടായേക്കും. മധ്യപ്രദേശിൽ കുട്ടികൾക്ക് മരുന്ന് നിർദ്ദേശിച്ച ഡോക്ടർ പ്രവീൺ സോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നാലെ നിയമവിരുദ്ധമായി മരുന്ന് നൽകിയതിന് ഡോക്ടർ പ്രവീൺ സോണിയെ മധ്യപ്രദേശ് സർക്കാർ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. കൂൾഡ്രിഫ് സിറപ്പ് നിർമ്മിച്ച തമിഴ്നാട് കാഞ്ചീപുരം ജില്ലയിലെ ശ്രീസെൻ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെയും കേസെടുത്തു. അതേസമയം മരുന്നിന്റെ സാമ്പിളുകളിൽ 48.6% ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. 6 സംസ്ഥാനങ്ങളിലായി മരുന്ന് നിർമ്മാണം നടത്തുന്ന 19 ഇടങ്ങളിൽ ആരോഗ്യ വകുപ്പിന്റെ പരിശോധന ആരംഭിച്ചു. മരുന്നിൽ ദോഷകരമായ പദാർത്ഥങ്ങളുടെ സാന്നിധ്യം ഉണ്ടോയെന്ന് പരിശോധിക്കുവാൻ ഗുജറാത്ത് സർക്കാർ നിർദ്ദേശം നൽകി. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയം. പ്രകാശ് രാജ് ജൂറി ചെയർമാൻ. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറി ചെയർമാനായി നടൻ പ്രകാശ് രാജിനെ തിരഞ്ഞെടുത്തുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. 128 സിനിമകളാണ് അവാർഡിനായി ഇക്കുറി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നാളെ രാവിലെ ജൂറി സ്ക്രീനിംഗ് ആരംഭിക്കും. സംവിധായകരായ രഞ്ജൻ പ്രമോദ്, ജിബു ജേക്കബ് എന്നിവർ പ്രാഥമിക വിധി നിർണയ സമിതിയിലെ 2 സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാരായിരിക്കും. ഇരുവരും അന്തിമ വിധി നിർണയ സമിതിയിലെയും അംഗങ്ങളുമായിരിക്കും. ഡബ്ബിംഗ് ആർട്ടിസ്റ്റും സംസ്ഥാന പുരസ്കാര ജേതാവുമായ ഭാഗ്യലക്ഷ്മി, പിന്നണി ഗായികയും സംസ്ഥാന പുരസ്കാര ജേതാവുമായ ഗായത്രി അശോകൻ, സൌണ്ട് ഡിസൈനറും സംവിധായകനുമായ നിതിൻ ലൂക്കോസ്, തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ സന്തോഷ് ഏച്ചിക്കാനം എന്നിവരും അന്തിമ വിധി നിർണയ സമിതിയിലെ അംഗങ്ങളായിരിക്കും. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. അമിത് ഷായുടെ കേരള സന്ദർശനം. മദ്യപിച്ചെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ കേരള സന്ദർശനത്തിനിടെ മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. KAP 5ാം ബറ്റാലിയൻ കമാൻഡന്റ് S. സുരേഷിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഓഗസ്റ്റ് 21 അമിത് ഷാ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ദിവസമാണ് സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന സുരേഷിനെ മദ്യപിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ചുമതലയിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു. സുരേഷിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതോടെയാണ് ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്കായി വിധേയമാക്കിയത്. എന്നാൽ പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കൂടുതൽ ധനസഹായം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെ കാണും. ചൊവ്വാഴ്ചയാണ് കൂടിക്കാഴ്ച നടത്തുക. ഉച്ചയോടെ ആഭ്യന്തരമന്ത്രിയെ കാണുമെന്നും വൈകിട്ട് തന്നെ മടങ്ങും എന്നുമാണ് വിവരം. അതിനിടെ പ്രധാനമന്ത്രിയെ കാണുവാനും നീക്കമുണ്ട്. മുഖ്യമന്ത്രി നേരത്തെ തന്നെ വയനാട്ടിലെ ധനസഹായം സംബന്ധിച്ച കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ആഭ്യന്തരമന്ത്രിയെ കാണുവാൻ സമയം തേടിയിരുന്നു. കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തെ മറ്റ് വികസന വിഷയങ്ങളും ചർച്ചയാകും. പ്രധാനമായും വയനാട് ദുരന്ത നിവാരണത്തിനായുള്ള ധനസഹായമാണ് കൂടിക്കാഴ്ചയിലെ അജണ്ട. അതിൽ 2000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് എന്ന ആവശ്യം നേരത്തെ തന്നെ കേരളം മുന്നോട്ട് വച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള MPമാർ നേരിട്ടായിരുന്നു ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നത്. എന്നാൽ കേന്ദ്രം അനുവദിച്ചത് 260.56 കോടി രൂപയായിരുന്നു. കേരളം ആവശ്യപ്പെട്ടതിന്റെ 1/8 തുക പോലും കേന്ദ്രം അനുവദിച്ചിട്ടില്ലെന്നും കേരളത്തോടുള്ള അനീതിയും അവഗണനയും അവസാനിപ്പിച്ച് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് അർഹമായ സഹായം അനുവദിക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം എന്നുമാണ് നിലവിലെ ആവശ്യം. ദുരന്തം നടന്ന് 14 മാസത്തിന് ശേഷമാണ് കേന്ദ്രം തുക അനുവദിച്ചത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.